സ്കൂളിലും BRC യോഗങ്ങളിലും എപ്പോഴും ഒപ്പത്തിനൊപ്പം നടന്നിരുന്ന ആ ബെസ്റ്റികളായ അധ്യാപികമാർ പകൽ സമയങ്ങളിൽ മേശപ്പുറത്ത് തലവെച്ച് ഉറക്കം തൂങ്ങുമ്പോഴും പരസ്പരം കാട്ടിയ ആ ഐക്യം കണ്ട് സഹപ്രവർത്തകർ പലപ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. ഇത് എന്ത് സംഭവം, എപ്പോഴും എന്തിനാണ് ഇവരിങ്ങനെ ഉറങ്ങുന്നതെന്ന് അന്നൊക്കെ കൂടെയുള്ളവർ തമാശയായി ചോദിച്ചിരുന്നെങ്കിലും ആ ഉറക്കച്ചടവും ക്ഷീണവും കടുത്ത MDMA ലഹരിയുടെ ആലസ്യത്തിലായിരുന്നുവെന്ന തിരിച്ചറിവിൽ ഇപ്പോൾ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ആ അധ്യാപകർ. വടകര കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ രാസലഹരി വ്യാപാര കേസിൽ മൂന്നാമത്തെ അധ്യാപികയും ഇവർക്ക് ലഹരി കൈമാറാൻ ഇടനിലക്കാരനായി നിന്ന ഫുഡ് ഡെലിവറി ബോയും ഇന്നലെ അറസ്റ്റിലായതോടെയാണ് കേരളത്തെ നടുക്കിയ ലഹരി ശൃംഖലയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ആവള കുട്ടോത്ത് വലിയപറമ്പിൽ BP നീഷ്മയാണ് ചൊവ്വാഴ്ച പോലീസ് പിടിയിലായത്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം കൂടിയുള്ള വ്യക്തിയാണ് നീഷ്മ. ലഹരി വിൽപ്പന വഴിയുള്ള പണം നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും വൻതോതിൽ എത്തിയിരുന്നതായി കണ്ടെത്തിയതോടെയാണ് വടകര പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ അറസ്റ്റിലായ മരുതോങ്കര സ്വദേശി കീർത്തന, കൂറാച്ചുണ്ട് ചെറുക്കാട്ട് സ്വദേശി K കാവ്യ എന്നിവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. അറസ്റ്റിന് പിന്നാലെ നീഷ്മയെയും സർവശിക്ഷ കേരളം സർവീസിൽ നിന്നും അടിയന്തരമായി പിരിച്ചുവിട്ടു. ലഹരിമരുന്ന് കൈമാറ്റത്തിന് ഇടനിലക്കാരനായി നിന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസിനെയും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. ഇയാളുടെയും അധ്യാപികമാരുടെയും അക്കൗണ്ടുകളിലൂടെ ഏകദേശം 1 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് നിഗമനം. റൂറൽ SP ഓഫീസിലെത്തിച്ച ജിജിലിനെ വിശദമായി ചോദ്യം ചെയ്തു. ഇയാളുടെ ഫോണിലെ ചാറ്റുകൾ, UPI IDകൾ വഴി നടന്ന സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ശാസ്ത്രീയമായി പരിശോധിച്ച് ലഹരി ശൃംഖലയുടെ തലവനിലേക്ക് എത്താനായി ഫോൺ സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. പെൺകുട്ടികളെയും അധ്യാപികമാരെയും ലഹരി മാഫിയ പരമാവധി മുതലെടുക്കുകയായിരുന്നു. 3 അധ്യാപികമാരും 3 MDMAയുടെ കടുത്ത അടിമകളായിരുന്നുവെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന വടകര ഇൻസ്പെക്ടർ AV ദിനേശ് പറഞ്ഞു. ഏറെ ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ മുൻപ് അറസ്റ്റിലായ കീർത്തന സ്കൂൾ കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ച വ്യക്തിയായിരുന്നു എന്നതാണ്. ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് സൂംബ ട്രെയിനിങ് നൽകിയ കായിക അധ്യാപിക കൂടിയായ കീർത്തന തന്നെയായിരുന്നു ആ സംഘത്തിന്റെ പ്രധാനി. ലഹരി വിരുദ്ധ ക്ലാസ് എടുത്ത് പുറത്തിറങ്ങിയ ശേഷം ഇവർ സ്വയം ലഹരി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി ജൂൺ 28-ന് വടകര ആവിക്കലിൽ സഫ്വാൻ എന്ന യുവാവിനെ 2 ഗ്രാം MDMAയുമായി പിടികൂടിയതാണ് വഴിത്തിരിവായത്. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ 2000 രൂപ വീതം ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങിയത് കീർത്തനയുടെ അക്കൗണ്ടിലേക്കാണെന്ന് തെളിഞ്ഞു. തുടർന്ന് ജൂലൈ 11-ന് കീർത്തനയെ അറസ്റ്റ് ചെയ്തു. കീർത്തനയുടെ അക്കൗണ്ടിൽ 1 വർഷത്തിനിടെ 14 ലക്ഷം രൂപയും കാവ്യയുടെ അക്കൗണ്ടിൽ 9 മാസത്തിനിടെ 9 ലക്ഷം രൂപയും വന്നെത്തി. കേവലം 11,000 രൂപ മാത്രം പ്രതിമാസ ശമ്പളമുള്ള ഇവരുടെ ലക്ഷങ്ങളുടെ ആഡംബര ജീവിതമാണ് ഏറ്റവും പ്രധാനമായി സംശയത്തിലേക്ക് എത്തിച്ച ആദ്യ ഘടകം. കാവ്യ അടുത്തിടെ ഒരു പുതിയ ആഡംബര കാറും വാങ്ങിയിരുന്നു. മുൻപ് അപകടത്തിൽ പരിക്കേറ്റപ്പോൾ സഹപ്രവർത്തകരായ അധ്യാപകർ പിരിവിട്ട് പണം നൽകിയ കാവ്യയാണ് ലക്ഷങ്ങളുടെ കാറുമായി ലഹരി ഇടപാടുകൾ നടത്തിയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ആവശ്യക്കാരെ കണ്ടെത്തിയിരുന്നത്. ഗൂഗിൾ പേ വഴി 2000 രൂപ വീതം അക്കൗണ്ടുകൾ സ്വീകരിച്ച ശേഷം ലഹരിമരുന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലത്തിന്റെ ഗൂഗിൾ ലൊക്കേഷൻ ഏജന്റുമാർ മുഖേന ഉപഭോക്താക്കൾക്ക് അയച്ചു നൽകും. മംഗളൂരുവിലുള്ള ഒരു സുഹൃത്തു വഴിയാണ് ഇവർ ലഹരി ശൃംഖലയുമായി ബന്ധപ്പെടുന്നത്. വടകര, കുറ്റ്യാടി, നാദാപുരം മേഖലകളിലെ നിരവധി വിദ്യാർത്ഥികളും യുവാക്കളും ഇവരിൽ നിന്നും ലഹരി വാങ്ങിയതായി സംശയമുണ്ട്. നാർക്കോട്ടിക് സെൽ DYSP ഉത്തം ദാസിന്റെ റിപ്പോർട്ട് പ്രകാരം കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫിന്റെ നിർദ്ദേശാനുസരണമാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. വിദേശത്തു നിന്നും മംഗളൂരുവിൽ നിന്നും എത്തുന്ന വൻകിട ലഹരി മാഫിയയുടെ വടകര മേഖലയിലെ കിങ് പിന്നിനെ കടത്താനുള്ള വലവിശലിലാണ് നിലവിൽ പോലീസ്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും റൂറൽ പോലീസ് അറിയിച്ചു.